ഇന്ന് വൈഫ് കുറച്ച് കലിപ്പിലാണ്. കാരണം എന്താ ചോദിക്കണെങ്കിൽ വൈഫ് തീർച്ചയായിട്ടും എത്ര മണിക്കാ വരാൻ താഴത്ത്? 6:45 വരാനും. അതുവരെയൊക്കെ എനിക്ക് ഭക്ഷണം എനിക്ക് അതിന് അടുപ്പ് ഒഴിവല്ലല്ലോ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ദോശയാണ്. അമ്മ ദോശ ഉണ്ടാക്കാൻ ചെല്ലണ ആ നേരം നോക്കിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ ചെന്നു. അതിന്റെ ദേഷ്യമാണ് ഇപ്പൊ എന്നോട് ഈ തീർത്തോണ്ടിരിക്കണേ അല്ലേ ബാവേ? ഇതെവിടുന്നാ കുളിക്കാ? ഇതെവിടുന്ന് ഒപ്പിച്ച്? സോറി സോറി സോറി, നമ്മളെ ശല്യം വിളിച്ചു പോകും. സോറി. തീർച്ചയായിട്ടും എത്ര മണിക്കാ വരാൻ താഴത്ത്? 6:45 വരാനും. എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്, എനിക്കുള്ളത് ഉണ്ടാക്കാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ അവളുടെ പണി കഴിഞ്ഞിട്ട് വരാന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് ശല്യം എന്ന് പറയുന്നത്. അവള് ടോയ്ലറ്റ് പോവില്ല, അത് കഴിഞ്ഞതിന് ശേഷം പോരെ അവളുടെ കാര്യങ്ങൾ നോക്കുക. അതുവരെയൊക്കെ എനിക്ക് ഭക്ഷണം എനിക്ക് അതിന് അടുപ്പ് ഒഴിവല്ലല്ലോ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ. കുറെ ദിവസമായി സാമ്പാർ വെച്ചിട്ട് ഓടിക്കണു. ഇനി ഇന്നൊന്ന് പൊട്ടറ്റോ കറി ഉണ്ടാക്കി നോക്കണം. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ. സവോള മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള ആഡ് ചെയ്തു, ഇനി തക്കാളി ആഡ് ചെയ്യണം. സവോള പൊട്ടറ്റോ തക്കാളി മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഏതായാലും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈഫ് കുറച്ച് കലിപ്പിലാണ്. കാരണം എന്താ ചോദിക്കണമെങ്കിൽ വൈഫ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അടുക്കളയിലേക്ക് ചെന്നു. എൻ്റേതായിട്ടുള്ള കുക്കിങ് കാര്യങ്ങൾ, ദോശ ഉണ്ടാക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം തനിച്ചിരുന്ന് ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് കുക്ക് ചെയ്യണം, ആരെയും അടുക്കളയിൽ കയറ്റില്ല. ഇതാണ് വൈഫിൻ്റെ രീതി. ഞാൻ അറിയാണ്ടൊന്ന് കയറിപ്പോയി. അത് ഇന്ന് ഭയങ്കര ഇഷ്യൂ ആണ്. ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ഇതിൻ്റെ ഹാങ് ഓവർ ഉണ്ടാവുമോ ആവോ. മിക്കവാറും ദിവസം സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കി വെക്കാറുള്ളത്. സാമ്പാർ ഉണ്ടാക്കി അത് കൂട്ടി വൈഫിന് മടുത്തുണ്ടോ. അതുകൊണ്ടാണ് ഇന്ന് പൊട്ടറ്റോ കറി ഉണ്ടാക്കിയത്. അങ്ങനെയെങ്കിൽ ഇന്നൊന്ന് ആളെ തണുപ്പിക്കണം എന്നുണ്ട്. എന്താവോ എന്തോ. അമ്മ ഈ സൺഡേ ബിരിയാണി മാമു ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. വീട്ടിലെ ബിരിയാണി മാമു, പിന്നെ ചിക്കനോ അല്ലെങ്കിൽ മട്ടണോ ഏതോ ഒന്ന് മട്ടൻ വാങ്ങിക്കുക. മട്ടൻ വാങ്ങിച്ചിട്ട് തൊക്കി പോലെ ഉണ്ടാക്കി തരാം. ഓക്കെ. ഇപ്പൊ ദേഷ്യം പോയോ? പോയിട്ടില്ലേ? കഴിച്ച് കഴിയുമ്പോ പൊക്കോളോ. ബിരിയാണി മാമു കഴിച്ചിട്ട് ലോടി വരുമ്പോ അപ്പൊ ലേറ്റ് ആവോ? അതുകൊണ്ട് കേട്ടോ ഞങ്ങള് ലേറ്റ് ആയത്. അതന്നെ എനിക്കും തോന്നി കട കയറി ഉണ്ടാവുന്ന ലേറ്റായി വന്നപ്പോ. അമ്മന്റെ ദേഷ്യമൊക്കെ പോയാ? ദേഷ്യം പോയിട്ടില്ലേ? എന്താ ദേഷ്യം പോവാത്ത? അങ്ങനെ ഒരു ബിരിയാണി കൊണ്ട് ഇതാ വഴക്കൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ദേ നിൽക്കണു സ്മൈൽ ചെയ്തുകൊണ്ട്. സ്മൈലല്ലേ? ആണ് ആണ് ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അമ്മ ഇന്ന് ഞായറാഴ്ചയെ ഞായറാഴ്ച അമ്മ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് അറിയോ? ഒന്ന് പറഞ്ഞേ. വെജിറ്റബിൾ ബിരിയാണി, ചെമ്മീൻ തൊക്ക്, ചെമ്മീൻ മസാല. പച്ചക്കറി ബിരിയാണി ചെമ്മീനോണ്ട് മസാല ഉണ്ടാക്കാൻ പോകണം അത്ര. ഇത് എല്ലാരും ഫേവറേറ്റ് തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടിക്ക് ഹിന്ദിയാണ്, അപ്പൊ ഹിന്ദി നമുക്ക് അത്ര അറിയില്ല. ആകെ ഒരു കൊല്ലേ പഠിച്ചിട്ടുള്ളൂ. ഹിന്ദി ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. വവൽസ്, കോൺസണന്റ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ 2-3 പേജും കൂടെ ഉള്ളൂ, ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ എല്ലാ പുസ്തകവും വെച്ചിട്ടുണ്ട്, പിന്നെ റഫ് നോട്ടൊക്കെ ഞാൻ വെച്ചാലാ. അവളെ എടുത്തോളൂ ബാഗിൽ നിന്ന് കേട്ടോ. LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് ഹിന്ദിക്ക് എത്രയാ പഠിക്കാനുള്ളത് അറിയോ? ഞാനൊക്കെ ഈ ഹിന്ദി പഠിക്കുന്നത് 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ്, ഇംഗ്ലീഷ് പഠിക്കുന്നത് 4ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ്. ഇവരൊക്കെ ആ സമയത്തേക്ക് എത്രത്തോളം വെൽവേഴ്സിലാവുന്ന ഞാൻ ആലോചിക്കണം. ഐശ്വര്യ എന്ന് വെച്ച് കഴിഞ്ഞാ സ്വർണ്ണ അല്ലേ? പൈസ. നാളെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹിന്ദിന്റെ എക്സാം ആണ്. വാവക്കുട്ടിക്ക് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ സക്സസ് ആയാൽ മതിയായിരുന്നു. എക്സാം അവൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയാൽ മതിയായിരുന്നു. കാരണം ഹിന്ദി മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ബാക്കിയൊക്കെ വൈഫാണ് പഠിപ്പിക്കുന്നത്. വാവക്കുട്ടി നല്ല മാർക്ക് മേടിക്കില്ലേ?
ആ നല്ല മാർക്ക് മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇനി നാളേക്ക് മറക്കോ എന്നുള്ളത് അറിയില്ല. നാളെ അവര് എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.